ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ അഭിപ്രായങ്ങൾ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് 5 വുമൻ സെൻട്രിക് മൂവീസ് ഇൻ ഹിന്ദി. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നമ്പർ 5-ൽ മധുർ ഭണ്ഡാർക്കർ സംവിധാനം ചെയ്ത ഫാഷൻ എന്ന മൂവിയാണ്. ഈ മൂവി കണ്ടവർക്കറിയാം, സിനിമ മൊത്തത്തിൽ തന്നെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. പ്ലസ് ഇതിൻ്റെ ആ ഒരു ഫാഷൻ വേൾഡും അതിൻ്റെ സ്റ്റൈലിഷ് വേൾഡും അതിൻ്റെ പുറകിലത്തെ ആ ഒരു ഡാർക്ക് ആളുകളുടെ ഗ്രേ സൈഡും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫിലിം തന്നെയാണ്. പെർഫോമൻസ് വൈസ് പറയേണ്ട ആവശ്യം തന്നെയില്ല. പ്രിയങ്കയും കങ്കനയും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ്. സോ ഫാഷൻ ഇസ് നമ്പർ 5 ഓൺ മൈ ലിസ്റ്റ്. അടുത്തത് നമ്പർ 4-ൽ മധുർ ഭണ്ഡാർക്കർ തന്നെ സംവിധാനം ചെയ്ത ചാന്ദിനി ബാർ എന്ന സിനിമയാണ്. തബ്ബു പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുകയും നാഷണൽ അവാർഡും കിട്ടിയ ഒരു സിനിമ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. സോ ഈ സിനിമയും വുമൻ സെൻട്രിക്, അതായത് ഇതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് ഒരു ഫീമെയിൽ ആണെന്ന് മാത്രമല്ല ത്രൂ ഔട്ട് ദ ഫിലിം കൊണ്ടുപോകുന്നതും ഒരു സ്ത്രീ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ വുമൻ സെൻട്രിക് മൂവീസ് എടുക്കുമ്പം കഴിഞ്ഞ 25 വർഷത്തിൽ വളരെ മുമ്പിൽ വരുന്ന ഒരു പേര് തന്നെയാണ് ചാന്ദിനി ബാർ. സോ ഈ സിനിമ ഒരു ബാർ ഡാൻസറായി പോകുന്ന ഒരു സ്ത്രീയുടെ ലൈഫ് സ്റ്റോറിയാണ്. അവരവിടെ ഒരു ഗുണ്ടയായിട്ട് പ്രേമത്തിലാവുന്നതും വിവാഹിതയാവുന്നതും. അപ്പോൾ അവരെത്ര ശ്രമിച്ചാലും അവരുടെ സൊസൈറ്റിയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും അവരെത്ര മാറി നടക്കണം എന്ന് വിചാരിച്ചാലും തിരിച്ച് അവരെ സൊസൈറ്റി അവരെ വീണ്ടും ആ വഴിയിൽ എത്തിക്കുന്ന ഒരു കഥയും കൂടെ പറയുന്ന സിനിമയാണ്. ഈ സിനിമ അവരുടെ യൗവനം മുതൽ പ്രായമാവുന്നൊരു ഏജ് വരെയുള്ളൊരു ടൈം ലൈൻ കാണിക്കുന്നുണ്ട്. അത് ഭംഗിയായിട്ട് തബ്ബു നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മക്കളിൽ അവർ ഭാവി കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു സമൂഹത്തിൽ അവർക്ക് അതിനും സാധിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് ആ സിനിമ കൊടുക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു സിനിമ തന്നെയാണ്. നമ്മുടെ രാജീവ് രവിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി. അടുത്ത നമ്പർ 3 പൊസിഷനിൽ എല്ലാവർക്കും അറിയാം, താപ്സി പന്നു അഭിനയിച്ച തപ്പട് എന്ന സിനിമയാണ്. ഈ സിനിമ വളരെ എന്നെ ഒരു പേഴ്സണലി ഭയങ്കര കൺഫ്യൂഷനിൽ എത്തിച്ചൊരു സിനിമയാണ്. അതായത് സിനിമ അവസാനിക്കാറാവുമ്പോഴത്തേക്ക് ഇവിടെ നായകൻ്റെ ഒപ്പം നിൽക്കണോ നായികയ്ക്കൊപ്പം നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. ബിക്കോസ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഒരു അടി, ഒരു സ്ലാപ്പ് ഇത്രയും വലിയൊരു പ്രശ്നമാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാ പ്രേക്ഷകരുടെ ഇടയിലേക്കും എത്തിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തപ്പട്. അത് വളരെ സട്ടിൽ രീതിയിൽ, ഒത്തിരി ലൗഡാക്കാതെ ഭയങ്കര ഭംഗിയായിട്ട് കാണിച്ചു തന്നൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അത് ത്രൂ ഔട്ട് ദ അമൃത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ സിനിമ ഫുൾ ലീഡ് ചെയ്യുന്നത്. സോ ആ ഒരു കഥാപാത്രം താപ്സി പന്നു ഭയങ്കര ഭംഗിയായിട്ട് നിർവഹിച്ചെന്നു മാത്രമല്ല ആ സിനിമ എടുത്ത രീതി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി തോന്നിയാണ്. അപ്പം ആ സിനിമയിൽ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ത്രീകൾ, പല ജനറേഷനിലെ സ്ത്രീകൾ, അവർ തിങ്ക് ചെയ്യുന്ന രീതി, ഈ കൈൻഡ് ഓഫ് അബ്യൂസ് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ ഒരു മെസ്സേജ് സമൂഹത്തിന് തരുന്നുണ്ട്. ഇപ്പോൾ ഹൈ സൊസൈറ്റി ആയാലും ലോ സൊസൈറ്റി ആയാലും സ്ത്രീകളും ആണുങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ട്, അതുമാത്രമല്ല പുരുഷന്മാരെ മൊത്തത്തിൽ താഴ്ത്തി കെട്ടി പറയുന്ന സിനിമയുമല്ല. അതിൽ പല ക്യാരക്ടേഴ്സ്, മെയിൽ ക്യാരക്ടേഴ്സും നല്ലൊരു ക്യാരക്ടറും നല്ലൊരു ഫീച്ചറും കൊടുക്കുന്ന സീൻസും ഇതിലുണ്ട്. സോ ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സീൻസും ചെറിയ ഇൻസ്റ്റൻസസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ചില ഡയലോഗ്സ്, ആ നെയ്ബർ സ്ത്രീ പുതിയ കാറ് വാങ്ങുമ്പം നായകൻ ചോദിക്കുന്നുണ്ട് ഇവർക്ക് എന്താ ജോലി എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെന്ന്. അപ്പോൾ ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ യെറ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ പറഞ്ഞു പോകുന്ന ചില ഡയലോഗ്സൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അവരെടുത്ത് കാണിച്ചിട്ടുണ്ട്. സോ തപ്പട് ഇസ് നമ്പർ 3 ഓൺ മൈ ലിസ്റ്റ്. നമ്പർ 2-ൽ വികാസ് ബേൽ സംവിധാനം ചെയ്ത ക്വീൻ എന്ന സിനിമയാണ്. ഇത് മിക്കവാറും എല്ലാവരും എൻ്റെ ഒപ്പീനിയനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു സിനിമ തന്നെയാണ് ക്വീൻ. അപ്പം ഇത് വുമൻ സെൻട്രിക് തന്നെയാണ്. കങ്കന റണോട്ടിൻ്റെ റാണി എന്ന കഥാപാത്രം ബോയ് ഫ്രണ്ട് റിജക്റ്റ് ചെയ്യുമ്പോൾ, കല്യാണം തലേന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ അവൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂവും അവൾ ഒറ്റയ്ക്കുള്ള അവളുടെ ഹണിമൂൺ യാത്രയും അതിൽ അവളെ കണ്ടെത്തുന്നതും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സോ ഓവറോൾ ഒരു ഭയങ്കര വുമൻ സെൻട്രിക് എന്ന് മാത്രമല്ല ഒരു
വുമൻ എംപവർമെൻ്റ് എന്നും കൂടി പറയാമല്ലേ. ഒരു സ്ത്രീക്ക് ഒരു ആണിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അവളെ കണ്ടെത്താൻ അവളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നൊരു സിനിമ തന്നെയാണ്. പക്ഷേ അതങ്ങനെ വിളിച്ചു പറയുന്നതോടൊപ്പം തന്നെ അതിൽ ആ ഒരു കോമഡി ഔട്ട്ലൈനും തമാശയും ഒക്കെ ആ സിനിമയിൽ ഭയങ്കര ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് സിനിമകളെ പോലെ തന്നെ മ്യൂസിക്കിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഭയങ്കര നല്ല അതിലെ ആ ബ്രേക്കപ്പിൽ വരുന്ന ഒരു റാഞ്ച എന്ന് പറയുന്ന പാട്ടുമൊക്കെ ഭയങ്കര മൂവിങ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഇത് ഭയങ്കര ഒരു വുമൻ സെൻട്രിക് മൂവീസ് എടുക്കുമ്പോൾ ലാസ്റ്റ് 25 ഇയേഴ്സിൽ ടോപ്പ് ലിസ്റ്റിൽ തന്നെ വരുന്നൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കങ്കന റണോട്ടിൻ്റെ അഭിനയമാണ്. ബിക്കോസ് അതുവരെ നമ്മൾ കങ്കനനെ കണ്ടുവന്നത് ഒരു ഡ്രഗ് അഡിക്റ്റ്, കള്ളു കുടിക്കുന്ന, അല്ലെങ്കിൽ ഒരു വെസ്റ്റേണൈസ്ഡ് വുമൻ എന്ന ക്യാരക്ടേഴ്സിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് ഒരു ഇന്നസെൻറ്റ് വില്ലേജ് ഗേൾ എന്നൊരു ലുക്കിൽ കങ്കനനെ അവർ പോർട്രേ ചെയ്തപ്പോൾ അതൊരു ഭയങ്കര ഒരു ചേഞ്ചായിട്ട് ഓഡിയൻസിനും ഫീൽ ചെയ്തു. സോ ഐ തിങ്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് കങ്കന ആൻഡ് ദിസ് ഈസ് നമ്പർ 2 ഓൺ മൈ ലിസ്റ്റ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ റാങ്കിങ് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. സോ നമ്പർ 1 ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ശ്രീദേവി അഭിനയിച്ച ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന മൂവിയാണ്. ഗൗരി ഷിൻഡെ സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയാണ്. ഇതെനിക്ക് പേഴ്സണലി ഇത്രയും റിലേറ്റ് ചെയ്യാൻ കാരണം ബിക്കോസ് നമ്മൾ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ടുവരുന്ന സാഹചര്യങ്ങളുമൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സിനിമ തന്നെയാണ്. ഇംഗ്ലീഷ് പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു വീട്ടമ്മയുടെ കഥയാണ്. അവർ അമേരിക്കയിൽ പോകാൻ അവരുടെ വീട്ടിൽ നിന്നൊരു സാഹചര്യം വരുന്നു. അങ്ങനെ അവരവിടെ എത്തുന്നു. അവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവരവിടെ ഒരു സ്കൂളിൽ, ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ അവരവരുടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ചെറിയ മൊമെൻറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കണക്ട് ചെയ്ത് പോർട്രേ ചെയ്ത ഒരു വുമൻ സെൻട്രിക് മൂവീസിൽ നമ്പർ 1 തന്നെ വരാൻ യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നൊരു മൂവിയാണ് ഹിന്ദിയിൽ. സോ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത് ഡബ് ചെയ്ത് പല ഭാഷയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അതിൽ ഡയലോഗ്സും മ്യൂസിക്കും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു അവരെ ലാസ്റ്റ് ആ ഒരു വെഡ്ഡിങ് ഡേയിൽ അവർ കൊടുക്കുന്നൊരു ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ട്. അതൊന്നും ഒട്ടും ലൈക്ക് സൂപ്പർ ഇംഗ്ലീഷ് ആക്കിക്കൊണ്ട് ഭയങ്കര വിയേർഡ് ആക്കിയിട്ടില്ല. അവർ ആ ലിമിറ്റഡ് അവർ പഠിച്ച ഇംഗ്ലീഷ് ഭംഗിയായിട്ട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ശ്രീദേവിയുടെ കോമിക് ടൈമിങ് ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ദിസ് ഇസ് നമ്പർ 1. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ടേക്ക് കെയർ.